നെക്സ്റ്റ് ബാക്ക് ട്രാക്കിങ്ങിലൊരു ആപ്ലിക്കേഷനാണ് സം ഓഫ് സബ്സെറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. എന്താണ് സം ഓഫ് സബ്സെറ്റ് പ്രോബ്ലം എന്ന് വെച്ചാൽ, അതായത് ഒരു n ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ n ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് നമ്പേഴ്സിൽ നിന്നും ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു സബ്സെറ്റ് നമ്മൾ എടുക്കും. എങ്ങനെയുള്ള സബ്സെറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ സം എന്ന് പറയുന്നത് എമ്മിന് ഈക്വൽ ആയിരിക്കണം. എം എന്ന് പറഞ്ഞൊരു നമ്മളൊരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വാല്യൂന് എക്സാക്ട്ലി സെയിം ആയിരിക്കണം നമ്മൾ ഈ എടുത്തിരിക്കുന്ന സബ്സെറ്റിലെ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത്. ഓക്കെ, വി ആർ ഗിവൺ n distinct positive numbers and we desire to find all combinations of these numbers whose sums are m, and this is called the sum of subsets problem, and we could formulate this problem using fixed or variable size tuples. അപ്പോൾ നമ്മൾ ബാക്ക് ട്രാക്കിംഗ് പറഞ്ഞപ്പോഴും n ക്വീൻസ് പ്രോബ്ലം 8 ക്വീൻസ് പ്രോബ്ലം പറഞ്ഞപ്പോഴും അവിടെ നമ്മളൊരു n ട്യൂപ്പിളിൻ്റെ കേസ് പറഞ്ഞിരുന്നു. ഓക്കെ, 8 ക്വീൻസിൻ്റെ 8 ട്യൂപ്പിൾസ് ആയിരുന്നു പറഞ്ഞത്. അതുപോലെ സം ഓഫ് സബ്സെറ്റിൻ്റെ കേസിൽ നമുക്ക് ഈ ട്യൂപ്പിൾസ് ഫിക്സഡ് സൈസും ആവാം, വേരിയബിൾ സൈസും ആവാം. ഇവിടെ നമ്മൾ ഈ ഒരു ബാക്ക് ട്രാക്കിംഗ് സൊല്യൂഷനിൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഫിക്സഡ് ട്യൂപ്പിൾ സൈസ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, ആൻഡ് ഇൻ ദിസ് കേസ് ദ എലമെൻറ്റ് xi ഓഫ് ദ സൊല്യൂഷൻ വെക്ടർ ഈസ് either 1 or 0 depending on whether the weight wi is included or not. അതായത് ഇപ്പോൾ നമ്മളൊരു സെറ്റ് എടുക്കുകയാണ്. സപ്പോസ് 2 4 6 8. സപ്പോസ് ഇതാണ് നമ്മുടെ ഒരു സെറ്റ് എങ്കിൽ അതിൽ നമ്മളൊരു എമ്മിന് നമ്മളൊരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു 10. ഓക്കെ, അപ്പോൾ 10 എന്നുള്ള ആ ഒരു എക്സാക്ട്ലി സെയിം വാല്യൂ വരുന്ന സബ്സെറ്റിനെ നമ്മൾ ഇവിടെ നിന്ന് ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ w 1 to 4 ആണ്. അതായത് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? n is equal to 4 ആണ്. ഇവിടെ 2 4 6 8. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ എടുക്കുമ്പോൾ ഏത് രീതിയിൽ എടുക്കാം? ഒന്നുകിൽ 2ഉം 8ഉം എടുക്കാം, അതല്ലെങ്കിൽ 4ഉം 6ഉം എടുക്കാം. ഈ രണ്ട് കോമ്പിനേഷൻസിൻ്റെയും സം നമുക്ക് എന്ത് തന്നെ കിട്ടുന്നുണ്ട്? 10 കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ 2 4 6 8ൽ സപ്പോസ് നമ്മൾ എടുക്കുന്നത് 2ഉം 8ഉം ആണെങ്കിൽ അവിടെ വരിക x1 ഇത് x1 ഇത് x2 ഇത് x3 ഇത് x4 ആണ്. അപ്പോൾ x1 നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അതുപോലെ x4ഉം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ 1 0 0 1 ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട് എങ്കിൽ 1 സെറ്റ് ചെയ്ത് കൊടുക്കും, അതല്ലെങ്കിൽ 0 സെറ്റ് ചെയ്ത് കൊടുക്കും. നേരെ മറിച്ച് നമ്മളിപ്പോൾ 4 6 ആണ് ഈ സെറ്റിൽ എടുത്തിരിക്കുന്നത് എങ്കിൽ എങ്ങനെ വരും? 0 1 1 0. അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷൻസ് നമുക്കിതിൻ്റെ സൊല്യൂഷനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സം ഓഫ് സബ്സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദിസ് കേസ് അപ്പോൾ xiയുടെ വാല്യൂ എന്ന് പറയുന്നത് സൊല്യൂഷൻ വെക്ടറിൽ ഒന്നുകിൽ 1 ആവാം അല്ലെങ്കിൽ 0 ആവാം. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആ ഒരു വെയിറ്റ് നമ്മൾ ഇൻക്ലൂഡഡ് ആണോ അല്ലയോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ദെൻ നെക്സ്റ്റ്, ഫോർ എ നോഡ് അറ്റ് ലെവൽ I the left child corresponds to xi is equal to 1 and right to xi is equal to 0, and the bounding function we use are bk x1 to xk is equal to true if and only if sigma I is equal to 1 to k wi xi plus sigma I is equal to k plus 1 to n wi greater than or equal to m, and sigma I is equal to 1 to k wi xi plus wk plus 1 should be less than or equal to m. അപ്പോൾ നമുക്കറിയാം, നമ്മൾ n ക്വീൻസ് പ്രോബ്ലം പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ ബാക്ക് ട്രാക്കിംഗ് പറഞ്ഞപ്പോഴും നമ്മളിവിടെ ഒരു ട്രീ ഓർഗനൈസേഷൻ്റെ പറഞ്ഞു അല്ലേ? അതുപോലെ സം ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സ്റ്റേറ്റ് സ്പേസ് ട്രീ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് ചൈൽഡും ഉണ്ടാകും, അതുപോലെ തന്നെ എന്തുണ്ട്? റൈറ്റ് ചൈൽഡും ഉണ്ടാകും. അപ്പോൾ ലെഫ്റ്റ് ചൈൽഡ് കറസ്പോണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനാണ്. അതായത് xi is equal to 1. ഇനി ആ ഒരു പെർട്ടിക്കുലർ നമ്പർ കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ അതാണ് നമ്മുടെ xi is equal to 0. നമുക്കറിയാം രണ്ട് സെറ്റിൽ രണ്ട് വാല്യൂസേ ഉള്ളൂ, 0ഉം 1ഉം അല്ലേ? അപ്പോൾ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് അത് കൺസിഡർ ചെയ്തതും റൈറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് അത് കൺസിഡർ ചെയ്യാത്തതും, ആ ഒരു രീതിയിലാണിത് പ്രോഗ്രസ് ചെയ്ത് വരുന്നത്. ഇനി ഓരോന്നിനും നമുക്കൊരു കൺസ്ട്രെയിൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതിൻ്റെ ബൗണ്ടിങ് കണ്ടീഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് 2 കണ്ടീഷൻസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സിഗ്മ I is equal to 1 to k
WI plus sigma I is equal to K plus 1 in WI greater than or equal to M. അതായത് ഇപ്പോൾ നമ്മൾ ഏതൊരു ട്രെയിനിൻ്റെയും സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് റൂട്ട് നോഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇത് പ്രോഗ്രസ് ചെയ്ത് വരും. അപ്പോൾ ലെഫ്റ്റിലാണെങ്കിൽ x ഈക്വൽ ടു 1 ആണ്, റൈറ്റ് ആണെങ്കിൽ 0 ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പോകുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ നമ്പർ സെലക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഒരു നോഡ് കൺസിഡർ ചെയ്തു, വീണ്ടും ഒരു നോഡ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇതുവരെ നമ്മൾ കൺസിഡർ ചെയ്തതിൻ്റെ വെയ്റ്റും ഇനി കൺസിഡർ ചെയ്യാനുള്ള നമ്പേഴ്സിൻ്റെ വെയ്റ്റും കൂടി കൂടുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആ നമ്പർ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2, 4, 6, 8ൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ നമ്മുടെ M എന്ന് പറയുന്നത് എത്രയായിരുന്നു? 10 ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഇനി എടുക്കുന്ന വാല്യൂവിൽ ഈ ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആയിരിക്കണം വരുന്നത് എന്നതാണ്. അങ്ങനെയല്ല എങ്കിൽ നമുക്കത് കില്ല് ചെയ്യാം. ആ ഒരു ലൈവ് നോഡിനെ നമുക്ക് കില്ല് ചെയ്യാം. എന്ത് യൂസ് ചെയ്തുകൊണ്ട്? ഈ ഒരു ബൗണ്ടിങ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട്. അപ്പം കില്ല് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മൾ വീണ്ടും അത് താഴോട്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല, നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു, നെക്സ്റ്റിലേക്ക് പോകുന്നു എന്നതാണ് അതിൻ്റെ മീനിങ് ആക്ച്വലി. അതായത് നമുക്ക് മൊത്തത്തിൽ അതെന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അത് താഴെ വരെ നമ്മൾ പ്രൊസീഡ് ചെയ്ത് വരേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ്, അതായത് സിഗ്മ ഐ സി ഈക്വൽ ടു 1 to k WI(xi) പ്ലസ് WK പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. അതായത് നമ്മളിപ്പോൾ ഒരു നോഡ് കൺസിഡർ ചെയ്തു. ഇത് ഇപ്പോൾ WI(xi) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ നോഡ് വരെ, X നോഡ് വരെ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി എടുക്കാനുള്ള നോഡ് അത് കൂടി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ദാറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു M ആയിരിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിയുന്നത് ഇപ്പോൾ 2ഉം നമ്മൾ 4ഉം എടുത്തു. ഓക്കെ, 2ഉം 4ഉം എടുത്തു. അപ്പോൾ എത്ര കിട്ടി? 6 കിട്ടി. ഇനി നമ്മൾ അടുത്തത് എടുക്കുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ ആ 3 കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 12 ആണ് വരിക അല്ലേ? അപ്പോൾ 12 എന്ന് പറയുന്നത് ഈ 10നേക്കാളും കൂടുതലല്ലേ? അങ്ങനെ ആകുമ്പോൾ അത്തരം കേസസിൽ അത് വരാൻ വേണ്ടി പാടില്ല, 12 വരാൻ വേണ്ടി പാടില്ല. അതാണ് ഇവിടെ. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ഈ ഒരു ബൗണ്ടിങ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് അതവിടെ നമുക്ക് കില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് WI(xi), അതായത് WI(xi) പ്ലസ് WK പ്ലസ് 1. അതായത് K വരെ നമ്മൾ നോക്കി, അപ്പോൾ അതിൻ്റെ വെയ്റ്റിൻ്റെ സം എന്ന് പറയുന്നത് 6 ആണ്, പ്ലസ് WK പ്ലസ് 1. WK പ്ലസ് 1 എന്ന് പറയുന്നത് ഈ 6 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും സം എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. 10ഓ അതിന് താഴെയോ ആയിരിക്കണം. ഓക്കെ, അതല്ല അതിന് മേലെയാണെങ്കിൽ നമ്മൾ അത് ഒരു ബൗണ്ടിങ് ഫംഗ്ഷനായിട്ട് അവിടെ വെച്ച് കില്ല് ചെയ്യും. അപ്പോൾ ഈ 2 കണ്ടീഷൻസ് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദ അൽഗോരിതം സം ഓഫ് സബ് അവാർഡ്സ് കമ്പ്യൂട്ടിംഗ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സിഗ്മ ഐ is equal to 1 to k WI(xi) and sigma is equal to 1 to n k plus 1 to n WI each time by keeping these values in variables s and r respectively. അതായത് നമ്മൾ ഈ WI(xi) അതുപോലെ സിഗ്മ ഐ is equal to 1 to n I is equal to k plus 1 to n WI നമ്മൾ ഓരോ പ്രാവശ്യം കമ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യം വരുന്നത് അത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. എങ്ങനെ? ഈ 2 വാല്യൂസ് നമ്മൾ ഈ ഓരോ വേരിയബിൾസിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു അൽഗോരിതം വരുന്ന സമയത്ത് നമുക്കത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദ ഇനീഷ്യൽ കോൾ ഈസ് സം ഓഫ് സബ് 0, 1 സിഗ്മ is equal to 1 to n WI. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അൽഗോരിതം എന്ന് പറയുമ്പോൾ അതിൽ 3 പാരാമീറ്റേഴ്സ് ആണുള്ളത്, S, K and R. Find all subsets of W 1 to n that sums to M. The values of xj 1 less than or equal to j less than or equal to k have already been determined. S is equal to sigma j is equal to 1 to k minus 1 wj xj, and R is equal to sigma j is equal to k to n wj. The values, the wj's are in non-decreasing order, and it is assumed that w of 1 is less than or equal to m, and sigma I is equal to 1 to n w of I greater than or equal to m. And here എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് ചൈൽഡാണ് ജനറേറ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് ചൈൽഡ് ഫുൾ ജനറേറ്റ് ചെയ്യും, അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് പോകും. നമുക്കറിയാം ബാക്ക് ട്രാക്കിങ്ങിൽ ഇതൊരു ഡെപ്ത് ഫസ്റ്റ് സെർച്ച് മോഡലാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഡെപ്ത് വൈസ് ആണ് പോകുന്നത്. ഓക്കെ,
Note s plus w of k less than or equal to m since bk minus 1 is true. അത് ബി കെ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ബൗണ്ടിങ് ഫംഗ്ഷൻ ആണ്. ദെൻ എക്സ് കെ is equal to 1. If s plus w of k is equal to m, then write x1 to k subset found. There is no recursive call here as w of j is greater than 0. Else if s plus w of k plus w of k plus 1 less than or equal to m, then sum of subset s plus w of k, k plus 1 r minus w of k. Then generate right child and evaluate bk. If s plus r minus w of k greater than or equal to m and s plus w k plus 1 less than or equal to m, then w of k is equal to 0. Then sum of subset s k plus 1 r minus w of k. ഓക്കെ, അപ്പോൾ ഇവിടെ എസ് കെ ആർ ആണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ എസ് എന്ന് പറയുന്നത് അത് ഇനീഷ്യലി 0 ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി എത്ര വെയ്റ്റ്സ് എടുത്തു എന്നുള്ളതാണ് ആക്ച്വലി ആ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആ ഓരോ നോഡും, അതായത് ആ സെറ്റിലെ ഓരോ എലമെൻറ്റ് നമ്മൾ കൗണ്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് എലമെൻറ്റ് കൺസിഡർ ചെയ്താൽ 1, നെക്സ്റ്റ് അങ്ങനെ ഓരോ എലമെൻ്റായിട്ട് നമ്മൾ നോക്കുന്നു. ഓക്കെ, ദെൻ ആർ എന്ന് പറയുന്നത് അതിൻ്റെ വെയ്റ്റിൻ്റെ സം. അതായത് നമ്മളിപ്പോൾ നേരത്തെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ 2, 4, 6, 8 ആണെങ്കിൽ അതിൻ്റെ സം എത്രയാണ്? 20 ആണ് അല്ലേ? 2, 4, 6, 8. 6 4 10, 8 2 10. അപ്പോൾ 10 10 20. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അപ്പോൾ ആ 20 ആണ് നമ്മുടെ ആറിലുണ്ടായിരിക്കുക. അതിന് ശേഷം നമ്മൾ ആദ്യം ലെഫ്റ്റ് ചൈൽഡ് ജനറേറ്റ് ചെയ്യുക. ലെഫ്റ്റ് ചൈൽഡ് ജനറേറ്റ് ചെയ്യാന്ന് എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. കാരണം ലെഫ്റ്റ് ചൈൽഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ആ ലെഫ്റ്റ് ചൈൽഡ് ആ വാല്യൂ 1 ആണ്. ദെൻ ഇഫ് എസ് പ്ലസ് ഡബ്ല്യു ഓഫ് കെ ഈസ് ഈക്വൽ ടു എം, ദെൻ റൈറ്റ് എക്സ് ഓഫ് 1 ടു കെ. അതായത് നമുക്ക് അവിടെ ആ ഒരു വാല്യൂ എസ് പ്ലസ് ഡബ്ല്യു ഓഫ് കെ എന്ന് പറയുന്നത് നമുക്ക് എം കിട്ടുന്നുണ്ട്. നമ്മുടെ എമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ 10 ആയിരുന്നു. അപ്പോൾ 10 നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതെല്ലാം x1 to k വരെയുള്ളത് നമുക്ക് റൈറ്റ് ചെയ്യാം, അതായത് അത് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, അതല്ല എസ് പ്ലസ് ഡബ്ല്യു ഓഫ് കെ പ്ലസ് ഡബ്ല്യു ഓഫ് കെ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അതായത് ആ കിട്ടുന്ന വാല്യൂ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നെക്സ്റ്റ് നോഡ് കൂടി കൺസിഡർ ചെയ്താൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ് എങ്കിൽ നമുക്ക് എന്ത് കോൾ ചെയ്യാം? സം ഓഫ് സബ്സെറ്റ്സ് കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ വിളിക്കുമ്പോൾ ആദ്യം 0 ആണ്. 0 പ്ലസ് ഡബ്ല്യു ഓഫ് കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് വെയിറ്റ് കൺസിഡർ ചെയ്തു. ആ വെയിറ്റ് കൂടി കൺസിഡർ ചെയ്തു. അത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഡബ്ല്യു ഓഫ് എസ് പ്ലസ് ഡബ്ല്യു ഓഫ് കെ എന്ന് പറയുന്നത്. അത് പ്ലസ് ഡബ്ല്യു ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, അതായത് 10നേക്കാളും കുറവാണെങ്കിൽ നമുക്ക് അത് പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയായിരിക്കും വരിക? എസ് പ്ലസ് ഡബ്ല്യു ഓഫ് കെ, അതായത് ആ ഒരു നോഡ് എസ് പ്ലസ് ഡബ്ല്യു ഓഫ് കെ കെ പ്ലസ് 1, അതായത് നമ്മൾ 1 ആയിരുന്നു ഇപ്പോൾ ഇനീഷ്യലി, അതിൻ്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്നത് 2 ആയിരിക്കും. 2, ഈ ടോട്ടൽ വെയിറ്റിൽ നിന്ന് നമ്മൾ ആ ഒരു നോഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ആ നോഡ് കൺസിഡർ ചെയ്താൽ അതിൻ്റെ വാല്യൂ അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കണം. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് 2 ആണ്. അപ്പോൾ 20ൽ നിന്നും ആ 2 കുറച്ചിട്ടുള്ളതായിരിക്കും ഇനി അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ആർ മൈനസ് ഡബ്ല്യു ഓഫ് കെ ആണ് ഇപ്പോൾ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ വരുന്നത്. നേരെ മറിച്ച് റൈറ്റിലാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 2 നമ്മൾ എടുക്കുന്നില്ല, 2 കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ വാല്യൂ വരിക 2 തന്നെ 0 ആയിരിക്കും. ഓക്കെ, 0 ആയിരിക്കും. കാരണം എന്താ? നമ്മൾ എസ് മാത്രമേ എടുക്കുന്നില്ല, എസ് പ്ലസ് ഡബ്ല്യു ഒക്കെ എടുക്കുന്നില്ല. നേരെ മറിച്ച് മറ്റേതാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക എന്താ? 2, 18 ആണ് നമ്മുടെ ലെഫ്റ്റിൽ വരിക. അതായത് 0 ആയിരുന്നു നമ്മുടെ ഇനീഷ്യൽ വെയിറ്റ്. ആ ഇനീഷ്യൽ വെയിറ്റിൻ്റെ കൂടെ നമ്മളിപ്പോൾ 2 കൺസിഡർ ചെയ്തു. അപ്പോൾ 2 ആയി. 2 പ്ലസ് 2, 2, 2, ആ 20 ആ ടോട്ടൽ വെയിറ്റിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചു? ആ 2 കുറച്ചു.
ഓക്കെ, ആ ടോട്ടൽ വെയിറ്റിൽ നമ്മൾ 2 കുറച്ചു, അപ്പോൾ 18 കിട്ടി. അതാണ് നമ്മൾ ലെഫ്റ്റ് ചൈൽഡ് വരിക. ഇനി നേരെ മറിച്ച് നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്താ വരിക? 0 ആണ് വരിക. കാരണം നമ്മൾ 2 എടുക്കുന്നില്ല. പക്ഷേ എന്ത് തന്നെയാണ്? സെക്കൻഡ് നോഡാണ്, അതാണ് k+1. ദെൻ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഈ 20യിൽ നിന്നും 2 കുറയ്ക്കണം. കാരണം 20 കൺസിഡർ ചെയ്യുന്നില്ല, പക്ഷേ 20 നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, ആ ഒരു രീതിയിൽ എടുക്കും. നമുക്ക് അവിടെയും വാല്യൂ വരിക 18 ആയിരിക്കും. അതാണ് 0 to 18. ആ ഒരു രീതിയിൽ നമ്മൾ റൈറ്റിൽ പ്രൊസീഡ് ചെയ്ത് വരിക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് തന്നെ നമ്മളെ താഴെ ഓരോ നോഡിൽ വെച്ചിട്ട് നമ്മൾ ഈ സെയിം പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ദെൻ എക്സാമ്പിൾ. Draw the state space tree for m is equal to 30 and n is equal to 6. ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 6 ആണ്. കാരണം ഇവിടെ 6 എലമെൻറ്റ്സ് ആണുള്ളത്. W 1 to 6. വെയിറ്റ് 1 മുതൽ 6 വരെ. ഏതൊക്കെയാണ്? 5, 10, 12, 13, 15 and 18. അതിന് ഇതിൻ്റെ കപ്പാസിറ്റി, ഇതിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനീഷ്യലി നമ്മൾ 0, 1, 73 ആണ്. അതായത് നമ്മുടെ ഇനീഷ്യൽ S is equal to 0 ആണ്, K is equal to 1 ആണ്. ഇനി അതിൻ്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് 73 ആണ്. ഇനി ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റിൽ x1 is equal to 1. അതായത് നമ്മൾ ഫസ്റ്റ് വാല്യൂ 5 എടുത്തു. അപ്പോൾ 5, എന്ത് ഇൻക്രിമെൻ്റ് ചെയ്തു? K ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു. K+1 ആയിരുന്നു അല്ലേ? അപ്പോൾ 2 ആയി. കാരണം നിങ്ങളിവിടെ അൽഗോരിതം നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ സബ്സെറ്റ് കോൾ ചെയ്ത സമയത്ത് S+W(k), അതായത് S എന്ന് പറയുന്നത് 0, അതിൻ്റെ കൂടെ ആ ഫസ്റ്റ് വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു, അതാണ് S+W(k). ദെൻ എന്താണ്? K+1, അതായത് ആദ്യം ഇനീഷ്യലി 1 ആയിരുന്നു, 1+1 2 ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു. അതിനുശേഷം നമ്മളെ വെയിറ്റ് R - W(k), അതായത് നമ്മുടെ ടോട്ടൽ വെയിറ്റിൽ നിന്നും നമ്മൾ ആ വെയിറ്റ് കുറച്ചു. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെയും നടന്നത്. അപ്പോൾ 68, 73ന്ന് നമ്മൾ 5 കുറച്ചു, ബാക്കി എത്ര വന്നു? 68. വീണ്ടും അവിടുന്ന് x1 നമ്മൾ വീണ്ടും അത് കൺസിഡർ, സെക്കൻഡ് എലമെൻറ്റ് കൺസിഡർ ചെയ്തു, അതായത് x2 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, x2 ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ എന്താ? നമുക്ക് സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 ഇതിലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 5 + 10 15. ഇനി K ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു 3. ഇനി 68ന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 58. വീണ്ടും അവിടെ നിന്ന് നെക്സ്റ്റ് എലമെൻറ്റ് കൺസിഡർ ചെയ്താൽ 12 ആണ്. 12 എടുത്തു കഴിഞ്ഞാൽ 27, 4, 46. അതായത് വീണ്ടും നമ്മൾ ആ 12 അതിൽ നിന്ന് കുറച്ചിട്ടാണ് നമുക്ക് 46 കിട്ടിയത്. ഇനി ഇതിന്ന് താഴോട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 27 അടുത്ത് 13 ആണ്. അപ്പോൾ 27 + 13 എന്ന് പറഞ്ഞാൽ 40 വരും അല്ലേ? 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ എമ്മിൻ്റെ വാല്യൂ 30 ആണ്. അപ്പോൾ 30യേക്കാളും കൂടുതലാണ് വരുന്നത് അല്ലേ? 30യേക്കാളും കൂടുതൽ വരാൻ വേണ്ടി പാടില്ല. നമുക്ക് അതിൻ്റെ ബൗണ്ടിങ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ∑WiXi + W(k+1), അതായത് ആ ഒരു എലമെൻറ്റും കൂടെ ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആണ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m ആണ്. അതുകൊണ്ട് തന്നെ അതവിടെ കില്ല് ചെയ്തു. അതുകൊണ്ടാണ് ഇത് തിരിച്ചിങ്ങോട്ട് താഴോട്ടത് വരാഞ്ഞത്. ഓക്കെ, അത് കൺസിഡർ ചെയ്യാഞ്ഞത്. ദെൻ ഇവിടുന്ന് ബാക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 27 ഇത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, 12 കൺസിഡർ ചെയ്യുന്നില്ല. എങ്ങനെ സംഭവിക്കും? x3 ഈസ് ഈക്വൽ ടു 0. ആ x3 ഈസ് ഈക്വൽ ടു 0യിലും ഈ പറഞ്ഞതുപോലെ x4 0യും 1 ഈ രണ്ട് കേസസും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് 28 ആണ്. അപ്പോൾ അതിവിടെ ആ ഒരു രീതിയിൽ ഡീറ്റെയിൽഡായിട്ട് ഓരോന്നും വരച്ച് കാണിച്ചിട്ടില്ല. ദെൻ അടുത്ത സൊല്യൂഷൻ ഇവിടെ തന്നിരിക്കുന്നത് 15, അതിൻ്റെ കൂടെ നമ്മൾ ഏതും കൂടെ ആഡ് ചെയ്തു? 15 കൂടെ ആഡ് ചെയ്തു. ഓക്കെ, അതായത് x5 1 2 3 4 5 5 എന്ന് പറഞ്ഞാൽ 15, ആ 15 കൂടെ ആഡ് ചെയ്തു. അപ്പോൾ x5 ഈസ് ഈക്വൽ ടു 1. അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 30 ആണ് അല്ലേ? 36 ആ ഒരു ഫോമിലാണ് വരുന്നത്. അപ്പോൾ 36 നമുക്ക് ആ 33ന്ന് ആ 15 കുറച്ച് കഴിഞ്ഞാൽ ആൻസർ 18. അപ്പോൾ ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായി? നമുക്ക് 30 കിട്ടി. അതായത് നമ്മുടെ സൊല്യൂഷനായി. അതാണ് ഫസ്റ്റ് സൊല്യൂഷൻ എ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സൊല്യൂഷൻ ഇതിപ്പോൾ ഇവിടെ ഇതേ രീതിയിൽ തന്നെ താഴോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട കാര്യം, കാരണം ഇവിടെ ഓൾറെഡി സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ?
ഇവിടെ x1 x2ൻ്റെ കൺസിഡർ ചെയ്ത പോലെ x2 ഈക്വൽ ടു 0 x2 ഈക്വൽ ടു 0 അതുപോലെ തന്നെ നമ്മൾ ചെയ്യുക. x2 ഈക്വൽ ടു 0 x3 ഈക്വൽ ടു 1 x3 ഈക്വൽ ടു 0. ദെൻ x3യിൽ വീണ്ടും x4 ഇസ് ഈക്വൽ ടു 1 x4 ഈക്വൽ ടു 0. ഈ ഒരു രീതിയിൽ ഓരോ നോഡിൻ്റെ കേസ് നമുക്ക് ഈ ഒരു രീതിയിൽ രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചൈൽഡ് വന്നുകൊണ്ടേയിരിക്കും, ഏതെങ്കിലും ഒരു ബൗണ്ടിങ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നത് വരെ. ഓക്കെ, അതായത് ബ്രേക്ക് ആവുന്നത്, ആ ഒരു കില്ലിങ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് വരെ, അതുവരെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ പോകുമ്പോൾ നമുക്കിവിടെ 3 സൊല്യൂഷൻസ് ആണ് ഇവിടെ കാണുന്നത്, A, B, C. ഈ 3ഉം ഓരോരോ സൊല്യൂഷനാണ്. കാരണം ആ 3 എണ്ണത്തിൽ നമുക്ക് 30 എന്നുള്ള എക്സാക്റ്റ് നമ്പർ കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാ കേസസിലും നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബോണ്ടിങ് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ട്രീ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം? ദ റെക്ടാങ്കുലർ നോഡ്സ് list the values of S, K and R on each equals to sum of subset, and the circular nodes represent points at which subsets with sums M are printed out. അപ്പോൾ ഇവിടെ സർക്കുലർ നോഡ്സ് എന്ന് പറയുന്നത് ഇവിടേക്ക് ഏതാ? A, B, C. അതാണ് സർക്കുലർ നോഡ്സ്. അവിടെയാണ് നമുക്ക് എക്സാക്റ്റ് സൊല്യൂഷൻ കിട്ടുന്നത്, അവിടെയാണ് നമ്മളതിൻ്റെ റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഓരോ റെക്റ്റാങ്കുലറിലും നമ്മൾ ആ S, K, R യൂസ് ചെയ്തുകൊണ്ട് സം ഓഫ് സബ്സെറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ at nodes A, B, C, the output is 1, 1, 0, 0, 1, 1, 0, 1, 1 and 0, 0, 1, 0, 0, 1 റെസ്പെക്റ്റീവ്ലി. ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു കേസിൽ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതാ? എയുടെ വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു രീതിയിൽ 1, 1, 0, 0, 1. ഓക്കെ, x1 കൺസിഡർ ചെയ്യുന്നു, x2 കൺസിഡർ ചെയ്യുന്നു, x3 x4ഉം കൺസിഡർ ചെയ്യുന്നില്ല, പകരം ഏതുണ്ട്? x5. അതായത് 1, 2, 3, 5 + 10 + 15 30. അതാണ് ഫസ്റ്റ് സൊല്യൂഷൻ. അപ്പോൾ അത് ആ ഒരു രീതിയിലാണ് എഴുതുന്നത്. കൺസിഡർ ചെയ്യുന്നതിൽ 1ഉം ഇല്ലാത്തത് 0ഉം. ഇനി അടുത്ത സൊല്യൂഷൻ ഏതാണ്? ബി എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ബി വരുന്നത്? x1 is equal to 1, then x2 equal to 0, then x3 is equal to 1, x4 is equal to 1. അതായത് 1, 0, 1, 1, 1, 0, 1, 1 കൊടുക്കുന്ന സമയത്ത് 12ഉം 13ഉം 25, 25ഉം 5ഉം അത്രയായി 30. അപ്പോൾ ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സം ഓഫ് സബ്സെറ്റ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫുൾ സ്റ്റേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇപ്പോൾ n is equal to 6 ആണെങ്കിൽ 2⁻6 - 1 നോട്ട്സ് അവിടെ ടോട്ടൽ 63 നോട്ട്സ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ, പക്ഷെ എപ്പോഴും നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കാരണം എന്താ? നമ്മൾ ഓരോ സമയത്തും ഒരു ബൗണ്ടിങ് ഫംഗ്ഷൻ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ നമുക്ക് അത് ഫോൾസ് ആവുന്ന കണ്ടീഷനിൽ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ അവിടെ കില്ല് ചെയ്യുന്നുണ്ട്. അത് താഴോട്ട് നമ്മൾ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു സം ഓഫ് സബ്സെറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യമാണ് പറഞ്ഞത്? അതിൽ 3 ഫങ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു, 3 വേരിയബിൾസ് ഉണ്ട്, S, K, R. അപ്പോൾ S, K, R എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ എസ് എന്ന് പറയുന്നത് അതിൻ്റെ എത്രത്തോളം വെയ്റ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, കെ എന്ന് പറയുന്നത് എടുക്കുന്ന നോഡ്, ആ ഒരു പെർട്ടിക്കുലർ നോഡ് കൺസിഡർ ചെയ്യുന്ന അതിൻ്റെ കൗണ്ടാണ് 1, 2, 3. ഓക്കെ, ഇനി ആർ എന്ന് പറയുന്നതോ അതിൻ്റെ ടോട്ടൽ വെയ്റ്റ്സ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പോകുമ്പോൾ അത് വീണ്ടും നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ലെഫ്റ്റിൽ ഈ പറഞ്ഞതുപോലെ സിഗ്മ WI XI, അതായത് അതിൻ്റെ ടോട്ടൽ വെയ്റ്റ്, അതിൻ്റെ കൂടെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വെയ്റ്റ്. ഓക്കെ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നോഡ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെയ്റ്റ് കൂടിയാണ്. കാരണം ഇതെന്താ? ലെഫ്റ്റ് ട്രീ എന്ന് പറയുമ്പോൾ x1 is equal to 1 ആണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വെയ്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ആ ഒരു വെയ്റ്റ് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതിന് നെക്സ്റ്റ് കെ ആണ്. കെ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കെ ആകുമ്പോൾ ഇവിടെ k+1 ആയിരിക്കും. ദെൻ നമ്മൾ എന്തായിരുന്നു നമ്മുടെ ടോട്ടൽ വെയ്റ്റ്, ആ ടോട്ടൽ വെയ്റ്റിൻ്റെ
നമ്മൾ എന്ത് മൈനസ് ചെയ്യുന്നു? നമ്മൾ ഈ കൺസിഡർ ചെയ്ത വെയിറ്റ് മൈനസ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടായിരിക്കുക. അതുപോലെ റൈറ്റ് ചൈൽഡ് ആണെങ്കിലോ, റൈറ്റ് ചൈൽഡ് ആണെങ്കിൽ WI/XI മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, നമ്മൾ ആ ഒരു വെയിറ്റ് x=0 ആണ്. അതുകൊണ്ട് ആ വെയിറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പക്ഷെ K നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ വെയിറ്റ് നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ WI - WK. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു സം ഓഫ് സബ്സെറ്റ് പ്രോബ്ലത്തിൽ നമുക്ക് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ആ ഒരു ട്രീ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സബ് ട്രീ എന്താണ്, റൈറ്റ് സബ് ട്രീ എങ്ങനെയാണെന്നുള്ളത് നോക്കുക, സ്വന്തമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.